ഹായ് ഫ്രണ്ട്സ്, ഇന്ന് റാശി എഴുതിയിരിക്കുന്നതിന് മേലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് റാശി. യഥാർത്ഥ പേരല്ല. യഥാർത്ഥ പേര് പറയാൻ പറ്റാത്തത് കൊണ്ടാണ്. എനിക്കിപ്പോൾ 22 വയസ്സുണ്ട്. എൻ്റെ ഉപ്പയും ഉമ്മയുമൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ വിവാഹിതരായവരാണ്. 2 മക്കളാണ്. എനിക്കൊരു ഇത്തയുമുണ്ട്. ഞാൻ ഓർമ്മ വെച്ചപ്പോൾ മുതൽ 2 പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നതാണ് കണ്ടത്. എനിക്ക് പക്ഷേ കാര്യങ്ങളൊന്നും അന്നും പിടികിട്ടിട്ടില്ല. എൻ്റെ ഉമ്മ ഒരു സുന്ദരിയായിരുന്നു. ഉപ്പയെ കണ്ടാൽ വലിയ സൗന്ദര്യമൊന്നുമില്ല, എങ്കിലും നല്ല പണമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം അവരുടെ വിവാഹം നടന്നതെന്ന് ഞാൻ ഊഹിച്ചു. പക്ഷേ പൊരുത്തക്കേടുകളുടെ ഘോഷയാത്രയായിരുന്നു. എനിക്കൊരു അനിയത്തിയും ഉണ്ടായിരുന്നു മാഡം. 8 വർഷത്തിന് മുമ്പ് ഒരു സുപ്രഭാതത്തിൽ ഉമ്മയെ കാണാതായി. ഉമ്മ അടുത്തുള്ള ഒരു കാർ ഡ്രൈവറുമായി ബന്ധമായിരുന്നു. അയാൾ വളരെ ചെറുപ്പമായിരുന്നു, കാണാൻ സുന്ദരനും. അവർ രണ്ടുപേരും കൂടെ കാസർഗോഡ് ഭാഗത്തോ മറ്റോ പോയി താമസിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ പുറകെ ഒത്തിരി ആളുകളൊക്കെ പോയെങ്കിലും അവർ തിരിച്ചു വരുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അനിയത്തിയും കൊണ്ട് ഇപ്പോൾ അവർ പുതിയ ഭർത്താവിനൊപ്പമാണ് താമസം. ബാപ്പയും ഉമ്മയും തമ്മിലുള്ള ബന്ധമൊഴിഞ്ഞു. എൻ്റെ അനിയത്തിയെ കൂടെ ഇങ്ങി കൊണ്ടുവരണമെന്ന് ഉണ്ടായിരുന്നു. പക്ഷേ ഉമ്മ അപ്പോൾ പറഞ്ഞു അത് ഉപ്പയുടെ മകളല്ല, കാമുകൻ്റെ മകളാണെന്ന്. അതുകൊണ്ട് പിന്നെ പോയില്ല. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ നടന്ന വലിയ പ്രശ്നങ്ങളായിരുന്നു മാഡം. കാരണം സമ്പത്ത് എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും മനസ്സമാനം വേണ്ടേ? അത് ഇല്ലായിരുന്നു. ഉമ്മ ഇങ്ങനെ പോയതുകൊണ്ട് എനിക്ക് ധാരാളം പരിഹാസങ്ങൾ വീട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമായിരുന്നു. പക്ഷേ ഉമ്മ പോയതോടുകൂടി ഉപ്പ നന്നായി ചേഞ്ചായി. കാര്യം എന്നെ നന്നായി സ്നേഹിക്കാനും എൻ്റെ കാര്യങ്ങൾ എല്ലാം നോക്കാനും തുടങ്ങി. പിന്നീട് സ്കൂളിൽ പോകുന്നതെല്ലാം വലിയ കാറുകളിലായിരുന്നു. അങ്ങോട്ട് കൊണ്ടാക്കാനും ഇങ്ങോട്ട് കൊണ്ടാക്കാനും ഒരു ഡ്രൈവറെ ഉപ്പ നിയമിച്ചു. ഉപ്പയുടെ ഉമ്മ വന്ന് അവിടെ താമസം തുടങ്ങി. ഒരു ജോലിക്കാരിയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത്ര വലിയ പ്രശ്നമൊന്നും പിന്നീട് എനിക്കില്ലായിരുന്നു. ആദ്യത്തെ 2-3 വർഷം വലിയ പ്രശ്നങ്ങളായിരുന്നെങ്കിലും മനസ്സിൽ പിന്നീട് ഇതൊക്കെ ഓക്കെയായി. ഉമ്മയെയോ അനിയത്തെയോ കുറിച്ചിട്ട് പിന്നെ ഞാൻ ഓർക്കാറുണ്ടെങ്കിലും അവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചില്ല. അവർ എവിടെയോ സുഖമായി താമസിക്കുന്നുണ്ടാകും എന്ന് കരുതി. ഇങ്ങനെ വർഷങ്ങൾ പോകെ എല്ലാവരും ഉപ്പയോട് പറയാൻ തുടങ്ങി പുതിയൊരു കല്യാണം കഴിക്കാൻ. പക്ഷെ പുള്ളിക്കാരന് യാതൊരു താല്പര്യവുമില്ല. പണ്ടേ പുള്ളിക്കാരന് കുടുംബജീവിതത്തോട് വലിയ താല്പര്യമുണ്ടെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ സുന്ദരിയായ ഉമ്മയോട് എന്തിനാണ് എപ്പോഴും വഴക്കുണ്ടാക്കിയത്? ഉപ്പയ്ക്ക് എന്തെങ്കിലും കഴിവുകൾ കുറവുണ്ടായിരുന്നോ? അതോ ഇനി ഉമ്മ സുന്ദരിയായതുകൊണ്ട് സംശയരോഗമാണോ? അതോ സുന്ദരിയായ ഉമ്മയ്ക്ക് വേറെന്തെങ്കിലും നമുക്ക് തോന്നിപ്പോയതാണോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു മാഡം. എല്ലാവരും കല്യാണം കഴിക്കാൻ നിർബന്ധിച്ചെങ്കിലും പുള്ളി താല്പര്യമേ കാണിച്ചിട്ടില്ല. പക്ഷേ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അവിടെ വെച്ച് പോയി കഴിഞ്ഞപ്പോഴേക്കും അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരമ്മായി വന്നിട്ട് എടാ നീ കല്യാണം കഴിച്ചേ പറ്റുകയുള്ളൂ. എനിക്ക് അറിയാവുന്നൊരു പെൺകുട്ടിയുണ്ട്. പെൺകുട്ടി എന്ന് പറയാൻ പറ്റില്ല, അവൾക്ക് 37 വയസ്സുണ്ട്. ഭർത്താവ് മരിച്ചു പോയിട്ട് 5 വർഷമായി. അങ്ങേർക്ക് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വരികയായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് ഒത്തിരി വർഷമായെങ്കിലും അവർക്ക് കുട്ടികളൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഭർത്താവിൻ്റെ വീട്ടിൽ അവൾക്ക് നിൽക്കാൻ പറ്റിയില്ല. അവളിപ്പോൾ വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. കുട്ടിയുള്ള ആൾക്കാരെയാണ് അവൾ നോക്കുന്നത്. അവൾക്ക് കുട്ടികൾ ഉണ്ടാകില്ലെന്ന് തോന്നുന്നു. നിൻ്റെ വീട്ടിലിപ്പോൾ നിൻ്റെ ഉമ്മയും പിന്നെ ഇവനും അല്ലേ ഉള്ളൂ. അപ്പോൾ നിനക്ക് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു. ആദ്യം ഉപ്പ വേണ്ടെന്ന് പറഞ്ഞു. എങ്കിലും ചെന്ന് കാണുമെന്ന് പറഞ്ഞവരെ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഉപ്പ എന്നോട് പറഞ്ഞു ഇതുപോലെ അമ്മായി പറയുന്നുണ്ടെന്ന്. ഞാൻ പറഞ്ഞു സാരമില്ല, പോയെന്ന് കണ്ടു നോക്കൂ. ഉപ്പ എന്തിനാണ് വെറുതെ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയുന്നതെന്ന്. അങ്ങനെയാണ് ഞാനും ഉപ്പയും എൻ്റെ ഉപ്പയുടെ ഉമ്മയും കൂടെ ഈ സ്ത്രീയെ കാണാൻ പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവർ നല്ല സുന്ദരിയാണ്, എൻ്റെ അമ്മയേക്കാൾ സുന്ദരിയായൊരു സ്ത്രീ. പക്ഷേ ഇവരെനിക്ക് കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനേക്കാൾ വലിയ പ്രശ്നമാകുമോ എന്ന് എൻ്റെ ഉപ്പയ്ക്ക് സംശയമുണ്ടെന്ന് തോന്നുന്നു. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ബാപ്പയുടെ ഉമ്മ ചോദിച്ചു എടാ നീ കല്യാണം കഴിക്കുന്നില്ലേ? നല്ലൊരു സുന്ദരിയായ പെണ്ണാണല്ലോ എന്ന്. അപ്പോഴേക്കും ഉപ്പ പറഞ്ഞു ഒരു സുന്ദരിയെ കല്യാണം കഴിച്ചതിൻ്റെ കുഴപ്പങ്ങൾ ഇതുവരെ എനിക്ക് പോയിട്ടില്ല. നാട്ടിൽ മുഴുവനും എനിക്കിപ്പോഴും തലയോർത്ത് നിൽക്കാൻ പറ്റില്ലെന്ന്. അപ്പോൾ ഉമ്മച്ചി പറഞ്ഞു എടാ അത് നിൻ്റെ തെറ്റിദ്ധാരണയാണ്. സൗന്ദര്യമുള്ള പെണ്ണുങ്ങളെല്ലാം വഴി പഴിച്ച് നടക്കുമൊന്നുമല്ല. നിൻ്റെ ഭാര്യ ഇവൻ്റെ ഉമ്മ വഴി പിഴയ്ക്കാൻ കാരണം എന്താണ്? അവൾ പണ്ടേ അങ്ങനെയായിരുന്നു. 10ാം ക്ലാസ്സിലെ അവൾ ഒളിച്ചോടിയതായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോഴേ നമ്മൾ ആ ഹിസ്റ്ററിയൊക്കെ അറിഞ്ഞത്. എന്ത് ചെയ്യാനാണ്? അവൾ പണ്ടേ സൗന്ദര്യം ഉണ്ടായിരുന്നതുകൊണ്ട് സൗന്ദര്യമുള്ള ആണുങ്ങൾ പുറകെ നടന്നു. അവൾക്ക് നേരത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരുന്നു. അവളെ കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ നിന്നോട് പറഞ്ഞു കല്യാണം കഴിക്കാൻ. നീ കല്യാണം കഴിച്ചു. പക്ഷേ പിന്നീട് വന്നതൊക്കെ അവളുടെ കയ്യിരിപ്പുകൊണ്ട് തന്നെയാണ്. നിൻ്റെയിൽ തെറ്റില്ലെന്ന് എനിക്കറിയാമല്ലോ. എന്തായാലും ഇവൾ ജീവിതം കണ്ടവളാണ്. അതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. നീ കല്യാണം കഴിക്കുക. ഇനിയിപ്പോൾ പ്രശ്നമില്ല, ഇവനും പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഉപ്പ എന്നോട് ചോദിച്ചു നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നല്ലൊരാളാണല്ലോ, ഉപ്പ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഉപ്പ പറഞ്ഞു എടാ അവർ വന്ന
വന്നു കഴിഞ്ഞ പിന്നെ നിന്റെ രണ്ടാനമ്മയാണ് അവരവിടെ വന്ന് നിന്നെ പേടിപ്പിച്ചു അവർ അങ്ങനെ പെരുമാറി ഇങ്ങനെ പെരുമാറിയെന്ന് പറയരുത്. അതുപോലെ ഉമ്മയും പറയരുത് മരുമോൾ വന്ന് എന്നോട് ദുഷ്ടത്തിന് പെരുമാറിയെന്ന്. ഒന്നുകിൽ ഞാൻ അവളെയും കൊണ്ട് വേറെ വീടെടുത്ത് താമസിക്കാം, അല്ലെങ്കിൽ അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കംപ്ലൈൻറ്റ് പറയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മച്ചി പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, അവളെയും കൊണ്ട് നീ വന്ന് ആ വീട്ടിൽ നമുക്ക് താമസിക്കാം. 1-2 വർഷം കൊണ്ട് അവളുടെ സ്വഭാവം അറിയാമല്ലോ. അപ്പോൾ എന്തെങ്കിലും പ്രശ്നക്കാരിയാണെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അവൾ പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യേ, നീ ടൗണിൽ ഫ്ലാറ്റിലോട്ടോ മറ്റോ അങ്ങ് മാറ്, കുഴപ്പമില്ല. നിൻ്റെ ജീവിതം സന്തോഷമായിട്ട് പോട്ടെ. എന്നെ നോക്കാൻ എൻ്റെ മക്കളൊക്കെ ഉണ്ട് വേറെ. പിന്നെ അത് മാത്രമല്ല, ചെക്കൻ എന്തായാലും 3-4 വർഷം കഴിയുമ്പോഴേക്കും 25 വയസ്സാകും. അപ്പോൾ അവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയും ചെയ്യാം. അതൊന്നൊരു പ്രശ്നമല്ല, നീ കല്യാണം കഴിക്കാൻ പറഞ്ഞു. എനിക്കും ഇതൊക്കെ പറഞ്ഞെങ്കിൽ ഇനി അവർ വന്നു കഴിയുമ്പോഴേക്കും എന്നോട് എന്തെങ്കിലും രീതിയിൽ ക്രൂരമായി പെരുമാറുമോ എന്നൊക്കെ ഒരു സംശയമുണ്ടായിരുന്നു. ഞങ്ങളുടെ അത്രയും സമ്പന്നരാണെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നിയില്ല. പക്ഷേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ഇഷ്ടം പോലെ സ്വത്തുണ്ട്, ഒരു പ്രശ്നവുമില്ല. ഞങ്ങളുടെ അത്ര തന്നെ സ്വത്തുള്ള ആളുകളാണ്. പക്ഷേ വീടൊന്നും കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നുകയില്ലെന്നേ ഉള്ളൂ. അവരും നല്ല സമ്പത്തിൽ തന്നെ ജനിച്ചവരും ജീവിച്ചവരും ഒക്കെയാണ്. എന്തായാലും വന്നു കഴിയുമ്പോഴേക്കും ഇനി അവർ അഹങ്കാരം എടുക്കുമെന്ന് ആർക്കറിയാം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു. എന്തായാലും അങ്ങനെ കല്യാണം കഴിഞ്ഞു. ഞാനാണെങ്കിൽ മുകളിലത്തെ നിലയിലേക്ക് അങ്ങ് താമസം മാറി. താഴെയായിരുന്നു 3 റൂം ഉണ്ടായിരുന്നത്. അവിടെ ഒന്നിൽ ഞാനായിരുന്നു. പക്ഷേ ഞാൻ മുകളിലേക്ക് അങ്ങ് മാറി. എനിക്ക് വയ്യ, അവന് സൊല്ലുകയോ എന്തെങ്കിലും കാണിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ. ഞാൻ എന്തിനാണ് അതിൽ സ്വർഗത്തിലെ കട്ടുറപ്പാകുന്നത്? പിന്നെ ഉമ്മച്ചിയാണെങ്കിൽ ഏറ്റവും അവസാനത്തെ മുറിയിലാണ്. അപ്പോൾ ഇവരുടെ മുറി മൊത്തത്തിൽ ഡിസ്റ്റൻസ് ഉണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല. ഞാനാണെങ്കിൽ ഇവരുടെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ അതൊഴിഞ്ഞ് മുകളിലേക്ക് അങ്ങ് മാറി. കല്യാണം വളരെ ചെറിയൊരു ചടങ്ങായിരുന്നു. അവർ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ തൊട്ട് എന്നെ മോനൂസ്ന്നേ മാത്രമേ വിളിക്കുകയുള്ളൂ, എൻ്റെ പേരൊന്നും വിളിക്കുകയില്ല. പിന്നെ കുറേ ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു കാര്യം മനസ്സിലായി. അവർ വേലക്കാരിയൊക്കെ ഉണ്ടെങ്കിലും നല്ല അസലായിട്ട് പാചകം ചെയ്യും. എനിക്കാണെങ്കിൽ പല വിഭവങ്ങളും വെച്ച് തരാൻ തുടങ്ങി. ഉപ്പയും അവരും തമ്മിൽ എന്തെങ്കിലും ഒരു ഹണിമൂൺ റൊമാൻസ് ഒന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സാധാരണ പോലെ വരുന്നു, പെരുമാറുന്നു, പോകുന്നു. കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസവും അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിലുമെല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഏതെങ്കിലും രീതിയിൽ പ്രണയമുള്ള ആൾക്കാരായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഒരുപക്ഷെ അവരും ജീവിതം മടുത്ത് കാണും, ഉപ്പയും ജീവിതം മടുത്ത് കാണും. പുതുമയായിട്ട് ഒന്നും ജീവിതത്തിൽ കാണില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഞാൻ പ്രതീക്ഷിച്ച ഒരു ഹണിമൂൺ സ്നേഹഭാവങ്ങളൊന്നും അവരിൽ കാണാഞ്ഞത്. എന്തായാലും രണ്ടുപേരും തമ്മിൽ വഴക്കും വക്കാണൊന്നുമില്ല. ഉപ്പയെ നല്ല സ്നേഹമായിട്ടാണ് അവർ പരിചരിക്കുന്നത്. അതൊക്കെ മതി എന്ന് എനിക്ക് തോന്നി. ഓവറായിട്ട് സ്നേഹം പ്രകടിപ്പിക്കുന്നവർ ചിലപ്പോൾ കള്ളന്മാരാകുമെന്ന് എനിക്ക് തോന്നലുണ്ടായിരുന്നു. പിന്നെ നല്ല നല്ല വിഭവങ്ങൾ എനിക്ക് വെച്ച് തരാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും വൈകുന്നേരം ഞാൻ വരുമ്പോൾ എന്നെ കാത്തിരിക്കാനൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും എനിക്കും അവരോട് നല്ല സൗഹൃദം തോന്നി. പതുക്കെ അവരെ ഞാൻ ഭാനുമ്മ എന്ന് വിളിക്കാൻ തുടങ്ങി. അവരുടെ പേരുമായി ബന്ധപ്പെട്ട ഒരു പേരാണത്. ഒരു ദിവസം കോളേജിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരി എന്നോട് ചോദിച്ചു, മോനെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഞാൻ പറഞ്ഞു ചോദിക്കും. അല്ല, നിനക്കെന്നെ ഉമ്മയുടെ ഫീലിങ്സ് ആണോ, അതോ ഒരു ഫ്രണ്ടിൻ്റെ ഫീലിംഗ് ആണോ, അതോ ഒരു ഇത്തയുടെ ഫീലിംഗ് ആണോ എന്ന്. ഞാൻ പറഞ്ഞു എല്ലാം കൂടെ മിക്സഡ് ആണ്. എന്തായാലും ഉമ്മ ഫീലിങ്സ് വളരെ കുറവാണെന്നും. അതെന്താടാ ഉമ്മ ഫീലിങ്സ് കുറവും? അതും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് മദറാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ പുള്ളിക്കാരൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, അതാ നല്ലത്. ഞാൻ എന്തായാലും നിൻ്റെ മദറൊന്നുമല്ല, രണ്ടാനമ്മയാണെന്നൊക്കെ പറഞ്ഞാലും ഇത്രയും വലിയൊരു ചെക്കൻ അവൻ്റെ രണ്ടാനമ്മയാകാനുള്ള പ്രായമൊന്നും എനിക്കില്ല. എനിക്കതിന് വലിയ പ്രായമൊന്നുമില്ല. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, പ്രായമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ രണ്ടുപേരും നല്ല ചങ്ക് ബഡ്ഡീസ്, നല്ല ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ചേച്ചി അനിയനും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ ആയിക്കോട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ചില ദിവസങ്ങളിൽ അവരെന്നോട് പല കഥകളും പറയും. അവർ 21ാമത്തെ വയസ്സിലാണ് വിവാഹിതയായത്. അത് കഴിഞ്ഞ ശേഷം ഭർത്താവിൻ്റെ കൂടെ കഴിഞ്ഞു. ഭർത്താവ് ബിസിനസ്സുകാരനായിരുന്നു. പക്ഷേ വലിയ രീതിയിലുള്ള സ്നേഹപ്രകടനങ്ങളൊന്നുമില്ലാത്ത ഒരു മനുഷ്യൻ. എന്നാൽ വഴക്കും വക്കാണുമില്ല. അപ്പോൾ എന്താ ഭാനുമ കുട്ടികളൊന്നും ഉണ്ടാകാതിരുന്നത്? 10 വർഷത്തിൽ കൂടുതൽ നിങ്ങൾ ജീവിച്ചില്ലേ? അതൊക്കെ ജീവിച്ചു മോനെ. പക്ഷേ അതിൻ്റെ യഥാർത്ഥ കാര്യങ്ങളൊക്കെ നിന്നോട് ഞാൻ എങ്ങനെ പറയും? എന്തായാലും ഞാൻ സുഹൃത്തിനെ പോലെയാണെന്ന് പറഞ്ഞാലും നിൻ്റെ രണ്ടാനമ്മയല്ലേ? അതേ കാര്യമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ആ കാര്യം എന്നോട് പറയണം, എനിക്കും അറിയണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരി പറഞ്ഞു, മോനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനായിരുന്നു കുഴപ്പം, എൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞ് മറ്റുള്ളവർ എന്നെ പഴിചാരി. പക്ഷേ പുള്ളിക്കാരൻ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തു. അല്ല, പുള്ളിയുടെ കുഴപ്പമാണെന്ന് എങ്ങനെ പറയുക? എന്തെങ്കിലും കുഴപ്പങ്ങൾ വേറെ ഉണ്ടായിരുന്നു? കൊച്ചു കള്ളൻ, നീ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ആ കുഴപ്പമൊന്നും ഇല്ലായിരുന്നടാ. പക്ഷേ
മർമ്മപ്രധാനമായ വേറെ കുഴപ്പമുണ്ടായിരുന്നു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ഷോ നിന്നോട് ഞാൻ എങ്ങനെ പറയുക, പറ എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, വേറെ ദിവസം ഞാൻ പറയാം, എൻ്റെ മനസ്സൊന്ന് പ്രിപ്പയർ ആകട്ടെ എന്നും. ഞാൻ പറഞ്ഞു, പറ്റില്ല, ഇത്രയും പറഞ്ഞു പരഹസ്യം എനിക്ക് കേട്ടില്ലെങ്കിൽ എൻ്റെ തല പൊട്ടിപ്പോകുന്ന പോലെയാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരിനോട് പറഞ്ഞു, അല്ല നീ ഇപ്പം പെണ്ണുങ്ങളെയൊക്കെ ഓർത്ത് ഇങ്ങനെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിലെ ജോലിക്കാരനായിട്ട് മനസ്സിൽ പല കാര്യങ്ങളും ചിന്തിച്ച് നീ വിക്ഷേപണം നടത്തുന്നുണ്ടോ മോനെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനാണെങ്കിൽ പെട്ടെന്ന് ഞെട്ടിപ്പോയി. അല്ല ഭാനുമ, അതും ഇതും തമ്മിൽ എന്താ ബന്ധം, ആ കഥയ്ക്കും ഈ സംഭവത്തിനും തമ്മിൽ എന്താ ബന്ധം? അപ്പോൾ പുള്ളിക്കാരി ചോദിച്ചു, യെസ് ഓർ നോ, ഉണ്ടോ ഇല്ലയോ എന്ന് നീ പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ ഇത്തിരി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ആ ഉണ്ട്. പക്ഷേ നീ ഒന്ന് ആലോചിച്ച് നോക്കൂ, അതിന് അവസാനം പുരുഷന് എങ്ങനെയാണ്, എന്തവസാനം എങ്ങനെയാണെന്നും. എടാ അവസാനം എന്തായാലും ഒരു പ്രവാഹം ഉണ്ടാകില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, ഉണ്ടാകും. എൻ്റെ ഭർത്താവിന് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്, പക്ഷേ അവസാനം നത്തിങ്. അത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. അയ്യോ അതെന്താ, അങ്ങനെ എന്താ ഒന്നും ഉണ്ടാകാതെ അവസാനം ആകുമ്പോഴേക്കും എന്തെങ്കിലും പ്രവാഹം ഉണ്ടാകില്ലേ, അതല്ലേ തെളിവ്? അപ്പോൾ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, എന്താണെന്നറിയില്ല, അതായിരുന്നു പ്രശ്നം. പുറത്തേക്ക് ഒരു പ്രവാഹവുമില്ല, പക്ഷേ കാര്യങ്ങളൊക്കെ ജോറായിട്ട് നടന്നു പോവുകയും ചെയ്യും, വേറെ ഒരു പ്രശ്നവുമില്ല. ആദ്യത്തെ 2-3 വർഷം ഇതാരോടും പറഞ്ഞില്ല. കുട്ടികളുണ്ടാകാത്തതിൻ്റെ പേരിൽ എല്ലാവരും കളിയാക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ ശേഷമാണ് ഡോക്ടറെ പോയി കണ്ടത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ചിലർക്കുണ്ടാകുന്നൊരവസ്ഥയാണ്, പുറത്തേക്കൊന്നും വരികയില്ല, അത് വഴിതിരിഞ്ഞ് വേറെ എങ്ങടെയോ പോവുകയാണ്. അത് കഴിഞ്ഞ് പിന്നത് ഒന്നിന് പോകുമ്പോഴേക്കും അതിൻ്റെ കൂട്ടത്തിൽ പോകും, അതുകൊണ്ട് ചെറിയ ചില സർജറികളോ മറ്റോ വേണ്ടി വരും എന്ന് ആ ഡോക്ടർ പറഞ്ഞു. അത് കേട്ടതിൽ പിന്നെ ഡോക്ടറെ കാണാനേ പോയിട്ടില്ല. വേറെ ഡോക്ടറെ കാണാം, ഓപ്പറേഷനൊന്നും വേണ്ടി വരില്ലെന്നൊക്കെ എൻ്റെ അടുത്തൊരു സുഹൃത്ത് പോലും പറഞ്ഞതാണ്. അവൾ നേഴ്സായിരുന്നു, പക്ഷേ പുള്ളിക്കാരൻ പോകില്ല. പിന്നെ ഹോസ്പിറ്റലിൽ പോകാണെന്ന് പറഞ്ഞ് ഇറങ്ങും, എന്നിട്ട് ഹോസ്പിറ്റലിൽ പോകില്ല, ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെന്ന് വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചു. എന്തു വന്നാലും അവസാനം ഭാര്യയ്ക്കല്ലേ കുറ്റം, അതോടുകൂടി എനിക്കാണ് കുഴപ്പം എന്നുള്ളതായി. ഭർത്താവ് അത്യാവശ്യ സ്നേഹമുള്ളൊരു മനുഷ്യനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രഹസ്യം എനിക്ക് സൂക്ഷിക്കേണ്ടി വന്നു. അങ്ങനെ ഇതൊക്കെ പറഞ്ഞും സ്നേഹിച്ചും കലഹിച്ചുമൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുള്ളിക്ക് ഹാർട്ടിൻ്റെ പ്രോബ്ലംസൊക്കെ വന്നു തുടങ്ങിയത്. അത് പിന്നെ കോംപ്ലിക്കേഷൻസൊക്കെ ഉണ്ടാകാൻ തുടങ്ങി. പെട്ടെന്നൊരു ദിവസം അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് എല്ലാവരും വിചാരിച്ചത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ടെന്നാണ്. എന്നാലും പഴി എനിക്കായി. പിന്നെ പുള്ളി മരിച്ചു പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒറ്റയ്ക്കായി. അവരുടെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ വരേണ്ടി വന്നു. അവിടെയും എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ 2ാം കല്യാണം കഴിച്ചത്. അപ്പോൾ ഇനി കുട്ടി ഉണ്ടാകുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരി എന്നൊരു നുള്ളി, എന്താടാ നിൻ്റെ ബാപ്പയിൽ നിന്ന് എനിക്കൊരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്കും അമ്മയാകാൻ ആഗ്രഹമില്ലേ? എന്തായാലും എനിക്കൊരു കുട്ടി ഉണ്ടാകുന്ന പറഞ്ഞാലും നിന്നെ ഞാൻ തള്ളിയൊന്നും കളയില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുട്ടി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാലും എന്നോട് വെറുപ്പാണെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാര്യം ഉപ്പ എൻ്റെ പേരിൽ എല്ലാം വേറെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കുള്ളത് നിങ്ങൾക്കുമുണ്ട്. ഞാനും ഉമ്മച്ചിയും കൂടെ വേറെ എവിടെയെങ്കിലും പോയി താമസിക്കും, അല്ലെങ്കിൽ നിങ്ങൾ മാറി താമസിക്കുമെന്ന് എൻ്റെ ഉപ്പ പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ പുള്ളിക്കാരി എൻ്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, അങ്ങനൊന്നും വലിയ പ്രശ്നങ്ങൾ കുടുംബത്തിലുണ്ടാക്കുന്നൊരു സ്ത്രീയല്ല ഞാൻ. എനിക്ക് പണത്തിനോടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും സ്വത്തിനോടോ യാതൊരു ആർത്തിയില്ല. എനിക്ക് ഇട്ടുമൂടാനുള്ളതൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഞാനെന്തിനാണ് കുട്ടി ഉണ്ടാകുന്ന വെച്ചിട്ട് നിന്നെ അവോയ്ഡ് ചെയ്യുന്നത്? അങ്ങനെയൊന്നുമില്ല. എപ്പോഴും നല്ല സപ്പോർട്ടിൽ ഞാൻ നിൻ്റെ കൂടെ കാണും. അതൊന്നും ഓർത്ത് നീ ഒരിക്കലും പേടിക്കണ്ട. കഥകളുടെ രണ്ടാനമ്മമാർക്ക് ദുഷ്ടത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മറ്റു പല ഘടകങ്ങളും കാണും, ചിലപ്പോൾ സ്വത്തോ മറ്റു കാര്യങ്ങളൊക്കെ. ഇവിടെ ഇപ്പോൾ അതിനൊന്നും ആവശ്യമില്ല. നിൻ്റെ പേരുള്ളത് നിനക്കും എനിക്കുള്ളത് എനിക്കും, എൻ്റെ ഭർത്താവിൻ്റെ സ്വത്തുകൾ എനിക്ക് വേണമെന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ശരിക്കും അവരൊരു നല്ല സ്ത്രീയാണെന്ന് എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേക്കും കൂടുതൽ ഞങ്ങൾ ഒത്തിരി നേരം സംസാരിക്കാൻ തുടങ്ങി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും കുട്ടി ഉണ്ടാകുന്ന കാര്യത്തെപ്പറ്റി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്തെങ്കിലും വിശേഷമുണ്ടോ ഭാനുമെന്ന്? അപ്പോൾ ഭാനുമ്മ എന്നെ നുള്ളിക്കൊണ്ട് പറഞ്ഞു, വിശേഷം ഉണ്ടാവണമെങ്കിൽ ഞാൻ നിന്നോട് ആദ്യം പറയാൻ കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പറയാടാ, നിനക്കെന്തോ ഇത്ര വലിയ ആകാംക്ഷ വിശേഷം ഉണ്ടോയെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്? എന്തേ എനിക്ക് ചോദിച്ചുകൂടെ? വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഭീകരമായ കാര്യമാണോ? സന്തോഷമുള്ള കാര്യമല്ലേ? സന്തോഷമുള്ള കാര്യമാണ്, പക്ഷേ എൻ്റെ പൊന്നുമോനെ ഇവിടെയും ആ സന്തോഷം നടക്കാൻ തോന്നില്ല എന്ന് പറഞ്ഞു. അതെന്താ ഭാനുമ്മ, എൻ്റെ ഉപ്പയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അയ്യോ ഒരു കുഴപ്പമില്ലേ, ഞാൻ
ഇനി കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ നീ നിർബന്ധിക്കും. എന്താ കുഴപ്പമെന്ന് പറയാൻ വേണ്ടിയിട്ട്. എനിക്കും വയ്യാന്ന് പറഞ്ഞു. അല്ലല്ല, അപ്പം എന്ത് കുഴപ്പമുണ്ട്? പറ പ്ലീസ് പ്ലീസ്, നിങ്ങൾ മറ്റേ കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞാലേ ഇത് പറയാൻ പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരി എന്നോട് പറഞ്ഞത്, മോനെ നീ ചെമ്പരത്തി ചെടിയിൽ അടയ്ക്കാമണിയൻ കുരുവി വന്നിരുന്ന് ഇങ്ങനെ തേൻ കുടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ ഉണ്ട്, ചെറിയൊരു ഇത് അടയ്ക്കാമണിയൻ എന്നാന്ന് പറഞ്ഞത്, ഹമ്മിങ് ബേർഡ് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ ആ എന്നാൽ കുഞ്ഞൊരു കുരുവി, ആ കുരുവിയെ കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ട്. ആ എങ്കിൽ ആ കുരുവിയുടെ കണക്കാണ് ഇപ്പോൾ ബാപ്പയുടെ പോക്ക്. അതെന്താ അങ്ങനെ പറഞ്ഞത്? എടാ പൊട്ടാ എന്ന് പറഞ്ഞ് പുള്ളിക്കാരി അളവും ആംഗ്യങ്ങളും കാണിച്ചു. ഷോ ഉള്ളതാണോ? പിന്നെ ഉള്ളതല്ല, ഞാൻ കള്ളത്തിൽ എന്തിനാ പറയുന്നത്? പിന്നെ ഞാൻ ചോദിച്ചു നിൻ്റെ ഉപ്പയോട്. അപ്പോൾ ഉപ്പ പറഞ്ഞത് ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോൾ ഉണർവ് ഇല്ലാതെയായി കഴിഞ്ഞപ്പോഴേക്കും എന്താണെന്നറിയില്ല, ചുരുങ്ങി ഉൾവലിഞ്ഞു പോയതുപോലെയാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ പാനിമ പറഞ്ഞു വരുന്നത് കാര്യങ്ങളൊന്നും മുറയ്ക്ക് നടക്കുന്നില്ലെന്നാണോ? ആ അതൊക്കെയുണ്ട്. ആഴ്ചയിൽ 1-2 പുള്ളി ആവമിതമൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് കടലിൽ സാമ്പാർ കലക്കുന്ന പോലെ ആയിത്തീരുന്നതന്നേ ഉള്ളൂ. ഓ അങ്ങനൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ശരിയാകും. പിന്നെ അത് മാത്രമല്ല, ഉപ്പയ്ക്ക് 2 മക്കളില്ലേ? ആ 2 മക്കൾ, അതിൽ നിൻ്റെ അനിയത്തി മറ്റേ ആളുടേതാണെന്നല്ലേ നിൻ്റെ ഉമ്മ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു നിൻ്റെ ഉമ്മയും ചില ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് കാണുമായിരിക്കും. എന്തായാലും നിൻ്റെ ബാപ്പയെ പോലെ തന്നെയാണ് നീ ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് കഴിവില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. എന്തോ ഇപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സും ശരീരവുമെല്ലാം ബാഡായിട്ടുള്ള അവസ്ഥയിലാണ്. പിന്നെ അതൊന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല. നിൻ്റെ ബാപ്പയുടെ ആ ഒരു സമീപനം മാത്രം മതി, അല്ലാതെ അങ്ങയിൽ നിന്ന് വേറെന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ വരുന്നത്. എങ്കിലും അദ്ദേഹം ട്രൈ ചെയ്യുന്നുണ്ട്, അത് തന്നെ വലിയ കാര്യമല്ലേ. ഈ 2ാം കല്യാണത്തിൽ ഇത്രയൊക്കെ മതി, അതിൽ കൂടുതലൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്നാലും ഭാനുമ്മ അത് സാരമില്ലടാ എന്ന് പറഞ്ഞ് പുള്ളിക്കാരി യഥാർത്ഥ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓർത്തു, ഓരോ മനുഷ്യരുടെ ജീവിതങ്ങളെ എല്ലാം കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരി എൻ്റെ ചുമലിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു, അല്ല ബാപ്പയെ പോലെ തന്നെയാണോ മോനും അടയ്ക്കാമണിയും കുരുവിക്ക് പകരം മീൻകൊത്തിയോ മരക്കൊത്തിയോ വല്ലതുമാണോ, അതോ കഴുകനാണോ മോനെ എന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അമ്പരന്നു. അല്ല ഭാനുമേ, കഴുകനാണെങ്കിൽ എന്താ? അപ്പോൾ ഭാനുമ പറഞ്ഞു, കഴുകനാകണം. കാര്യം നിനക്ക് 25 വയസ്സാകുമ്പോഴേക്കും നിന്നെ കല്യാണം കഴിപ്പിക്കണമെന്നാണ് നിൻ്റെ പാപ്പ പറഞ്ഞത്. കഴുകനല്ലെങ്കിൽ ഈ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. നിൻ്റെ ഉമ്മ പോലും ഒതുങ്ങി നിന്നില്ല, അവർ ചാടിപ്പോയി എന്ന് പറഞ്ഞ പോലെ ആകും നിൻ്റെ സ്ഥിതി. അതുകൊണ്ട് മോൻ ചെറുപ്പത്തിലേ ശ്രദ്ധിക്കണം. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടോ, അല്ലാതെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടോ കറക്റ്റാക്കി ഇരുന്നോണം. അല്ലാതെ എൻ്റെ പഴയ ഭർത്താവിൻ്റെ കൂട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഡോക്ടറെ കാണാൻ മടി. നിൻ്റെ ഉപ്പച്ചി പോലെ ഇങ്ങനെ ഇൻട്രോവേർട്ടുള്ള സ്വഭാവം അതൊക്കെ ഭാവിയിൽ പ്രശ്നം ഉണ്ടാകും. അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ നീ ശ്രദ്ധിക്കണമെന്ന്. എങ്ങനെയാ മോനെ, കഴുകനാണോടാ എന്ന് പിന്നെയും ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല, ഇതിനെ പറ്റിയിട്ടൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല, എനിക്ക് തോന്നുന്നത് കുഴപ്പമില്ലെന്നാണെന്ന്. ആ കുഴപ്പമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവസാനം വാള് വരുമ്പോഴേക്കും കുഴപ്പമുണ്ടെന്ന് കണ്ടുപിടിച്ചാലുണ്ടല്ലോ, അന്ന് പിന്നെ നീ അയ്യോ കിളി പോയെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ലെന്നും. ഞാൻ പറഞ്ഞു എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലെന്ന്. അപ്പോൾ ആദ്യമായിട്ട് എന്നോട് ഭാനുമ പറഞ്ഞു, കുഴപ്പമുണ്ടോ കുഴപ്പമില്ലയോ എന്ന് ഞാനൊരു ദിവസം ഒന്ന് അസസ് ചെയ്യുന്നുണ്ടെന്നും. ഞാൻ പറഞ്ഞു വേണ്ട, നീ അങ്ങനെ നാണിക്കൊന്നും വേണ്ട, നമ്മളെന്തായാലും സുഹൃത്തുക്കളാണല്ലോ. ഞാൻ നോക്കി സർട്ടിഫിക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിനക്കൊരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. ഇതെന്നെ പുള്ളിക്കാരി 5-6 വട്ടം അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഓക്കെ എന്ന്. അങ്ങനെയാണ് പുള്ളിക്കാരി ഒരു യഥാർത്ഥ എക്സാമിനറിൻ്റെ സ്വഭാവം പുറത്തെടുത്തത്. അങ്ങനെയായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അതിന് വിധേയനാകേണ്ടി വന്നു. അതുമാത്രമല്ല എനിക്കപ്പോൾ വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. പക്ഷേ അവസാനം അവർ റിസൾട്ട് തന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഞെട്ടി. എൻ്റെ പൊന്നു മോനെ, എടാ ഞാൻ പറഞ്ഞതെല്ലാം പിൻവലിച്ചിരിക്കുന്നു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരി പറഞ്ഞു, കടലിൽ സാമ്പാർ കലക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. മോനെ, കടലിൽ തിമിംഗലം ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് കാണാൻ പറ്റുകയുള്ളൂ. കടലിലാണെങ്കിൽ ടൈറ്റാനിക് കപ്പൽ പോയെങ്കിലേ കടലിൽ എന്തെങ്കിലും പോകണമെന്ന് പറയാൻ പറ്റുള്ളൂ. ഭാനുമ്മ എന്തൊക്കെയാണ് പറഞ്ഞത്? എൻ്റെ പൊന്നുമോനെ, കഴുകനെ പ്രതീക്ഷിച്ചെടുത്ത് എൻ്റെ കുട്ട നീലത്തിമംഗലം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഞാൻ. ശരിക്കും എനിക്ക് ഇപ്പോൾ ഞാൻ നിന്നോട് പറയുകയാണ്, ഞാൻ നിൻ്റെ 2ാമത്തെ സ്ഥാനത്തു നിന്ന് പിന്മാറുന്നു. ഞാൻ നിൻ്റെ സുഹൃത്തിൻ്റെ സ്ഥാനത്തു നിന്ന് പിന്മാറുന്നു. എനിക്ക് ഇപ്പോൾ വേറെ സ്ഥാനം നീ കൽപ്പിച്ച് നൽകണമെന്ന് പറഞ്ഞു. എന്താ ഭാനുമ്മ എന്ന് ചോദിച്ചപ്പം ഭാനുമ്മ എൻ്റെ ചുണ്ടുകളിൽ കൈവച്ച് പറഞ്ഞു, നീ ഇനി മിണ്ടരുത്, ബാക്കി ഞാൻ നയിക്കുമെന്ന് പറഞ്ഞു. അവരെന്നെ നയിച്ചത് എൻ്റെ റൂമിലേക്കായിരുന്നു. എനിക്ക് ചലിക്കാനുള്ള ഒരവസരം തന്നില്ല. പക്ഷേ അവർ പറഞ്ഞത് ആദ്യ ഭർത്താവും അവരും തമ്മിൽ ഒരു ഊർജ്ജസ്വലമായ ബന്ധമില്ലായിരുന്നെന്നാണ്
പക്ഷേ അവരുടെ ഊർജ്ജധാര കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. കൊടുങ്കാറ്റ് തിളകിയാടുന്ന വടവൃക്ഷം പോലെയായിരുന്നു അവർ. അവർ ചില്ലറക്കാരില്ലെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. അവരെന്നോട് പറഞ്ഞത് ജീവിതത്തിൽ ഉള്ളു നിറയാതെ പോകുമെന്നായിരുന്നു ഞാൻ കരുതിയത്. ഇന്നെൻ്റെ ഉള്ളം നിറഞ്ഞു മോനെ എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ആദ്യമായിട്ടല്ലേ ഞാൻ അവരിൽ ആകർഷനായിപ്പോയി. പിന്നീട് ഉപ്പങ്ങി യാത്രകളൊക്കെയാണല്ലോ. എൻ്റെ ഉമ്മച്ചിയുള്ളെങ്കിൽ പിന്നെ പ്രശ്നമില്ല. ഞങ്ങൾക്ക് ഇഷ്ടം പോലെ അവസരങ്ങളാണ്. അങ്ങനെ തകൃതിവിധോ എന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു ഇപ്പോൾ. പക്ഷേ പുള്ളിക്കാരി ഇപ്പോൾ ഡേറ്റ് തെറ്റിയിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ നല്ല ആശങ്കയുണ്ടായിരുന്നു. ഞാൻ സംശയത്തോടുകൂടി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരി ഇപ്പോൾ എൻ്റെ തലയിൽ തലോടിക്കൊണ്ട് പറയുകയാണ്, ആരുടേതാണെന്നൊന്നും നീ കണക്ക് കൂട്ടണ്ട. അതിനെക്കുറിച്ച് ആലോചിച്ച് നീ തല പുണ്ണാക്കാൻ വേണ്ട. എനിക്കൊരു ഭർത്താവുണ്ട്. എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ അച്ഛൻ എൻ്റെ ഭർത്താവാണ്. നീയല്ല, നീ എൻ്റെ മകനല്ലേ. നീ ഇതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ടെൻഷൻ അടിക്കണ്ട. കല്ലി വല്ലി എന്ന് പറയുകയാണ്. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ടെൻഷനുണ്ട്. ഒരിക്കലും ഉപ്പയല്ല എൻ്റെ കാരണക്കാരനെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മാഡം. പക്ഷേ പുള്ളിക്കാരി ഒന്നും തുറന്നു പറയില്ല. നീ നിൻ്റെ കാര്യം നോക്കും. തൽക്കാലം ഒരു 1.5 വർഷത്തേക്ക് ഞാനിവിടെ കാണും. നമുക്ക് സംഗമം കറക്റ്റ് പറ്റില്ലെന്നേ ഉള്ളൂ. എങ്കിലും എൻ്റെ കുട്ടിനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് സഹായിക്കും. അത്രയേ ഉള്ളൂ. പിന്നെ കുട്ടിയുണ്ടായി ഒരു 3-4 മാസം കഴിയട്ടെ, നമുക്ക് പഴയ രീതിയിലേക്ക് മടങ്ങിപ്പോകാം. തൽക്കാലം കുടുംബത്തിനൊപ്പം മോന് സന്തോഷിക്കൂ. ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ കാണുവിടാ. നീ ഇതിനെക്കുറിച്ചൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിന്നെ ഞാൻ ഒരു പ്രശ്നത്തിലും ആക്കില്ല എന്നാണ് പറഞ്ഞത്. എന്നാലും എനിക്ക് നല്ല കുറ്റബോധമുണ്ട്. വീട് മുഴുവൻ സന്തോഷത്തിലാണെങ്കിൽ എനിക്ക് ടെൻഷനാണ്, എനിക്ക് സംശയമുണ്ട്. അപ്പോൾ എന്തായാലും മോനെ ചക്കരെ, ഇങ്ങനെയൊക്കെ നടന്നു. ഇതൊന്നും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അവനവൻ്റെ സ്ഥാനത്താണ് അവനവൻ നിൽക്കേണ്ടത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ നീ സംശയിക്കുന്നത് ശരിയായിരിക്കാം. അതിന് കാരണക്കാർ നീ തന്നെ ആയിരിക്കാം. പക്ഷേ ഇവിടെ ആ സ്ത്രീ വലിയൊരു ഉപദ്രവകാരിയായിട്ട് തോന്നുന്നില്ലേ? കാര്യം അവർക്ക് എന്താണ് കുറവ് അതവർ കണ്ടെത്തി എന്നുള്ളതല്ലാതെ വേറെ അവർക്ക് നിന്നെ വീട്ടിലാക്കണമെന്നോ ഭീഷണിപ്പെടുത്തണമെന്നോ ഒന്നുമില്ല. നീ ടെൻഷൻ അടിക്കാതിരിക്കാൻ വേണ്ടി അവർ കാര്യങ്ങൾ മാറ്റി പറഞ്ഞ് നിന്നെ സാന്ത്വനിപ്പിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് എന്ത് തരം ബന്ധമാണെങ്കിലും അതിനിടയ്ക്ക് നല്ല കാര്യങ്ങൾ സംഭവിച്ചാൽ അതും പറയണമല്ലോ. പക്ഷേ ഇതൊരിക്കലും ശരിയല്ല. അവർ പറയുന്ന ലോജിക്ക് നീ ഉപയോഗിക്കുക. കാര്യം അവർക്ക് ഭർത്താവുണ്ട്, അവരുടെ കുട്ടി ഭർത്താവിൻ്റെതാണ്. അപ്പോൾ അമിതമായ കുറ്റബോധം ഒഴിവാക്കുക. അത്യാവശ്യം കുറ്റബോധം നല്ലതാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ അകന്ന് നിൽക്കുകയല്ലേ. അവരിനി പറഞ്ഞ പോലെ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിലാണ്. ആ സമയത്ത് നീ നല്ലൊരു മകൻ്റെ രീതിയിൽ തന്നെ പെരുമാറുക. അത് കഴിഞ്ഞ ശേഷം കുട്ടി ഉണ്ടായി കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വരും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിനൊന്നും പോകാതിരിക്കുക. ഈ സമയത്ത് ശരിക്കും നിങ്ങളൊരു കുടുംബത്തിലെ അമ്മയും മകനും തമ്മിലുള്ള ബന്ധം പുനരുദ്ധരിക്കുക. കാര്യം ഈ കാര്യങ്ങളൊക്കെ മറക്കുക. മറന്നിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. ഇനി അത് തുടരാതിരിക്കുക. നിന്നിൻ്റെ പഠിത്തത്തിലും ജീവിതത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. പഴയ രീതിയിൽ പോകാതിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞത് കഴിഞ്ഞു. അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ ടെൻഷനേ ഉള്ളൂ. അവരത് വിദഗ്ധമായി മാനേജ് ചെയ്തു. അവരൊരു ട്രിക്ക് പഠിച്ച സ്ത്രീ തന്നെയാണ്. അപ്പം നീ പറഞ്ഞ പോലെ ഈ കാലഘട്ടം പ്രയോജനപ്പെടുത്തി ഇതിലെ ബന്ധത്തിൽ നിന്ന് പിന്മാറി ഇനി നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. നിൻ്റെ ജീവിതത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതെ നോക്കുക. അതാണ് നല്ലത്.